ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലോക് വന്ന് അനന്തനോട് പറയുകയാണ്, വെല്ലിച്ച അവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ തീർക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടോണ്ട് വരുന്ന അച്യുതൻ നല്ല രീതിയിൽ അലോകിനെ വഴക്കൊക്കെ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പം അനന്തൻ പെട്ടെന്ന് അച്യുതന്റെ വർത്താനം കേൾക്കുമ്പോൾ പറയും, അച്യുത അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാ, അത് അവർ തന്നെ തീർത്തോളും, ആവശ്യമില്ലാതെ അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അനന്തനകത്തേക്ക് കയറി പോവാണ് കേട്ടോ. പെട്ടെന്ന് അച്യുതൻ പറയും, എടാ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിനക്ക് ആകെ ഒരു മാറ്റം അത് അത്ര നല്ലതിനല്ല എന്ന് പറയാം. നമ്മളെ എപ്പോഴും ദ്രോഹിച്ചിട്ടുള്ളവരാ ആ ദേവമംഗലത്തുള്ളവര്. നീ ജയിലിൽ പോകാൻ പോലും കാരണക്കാരാരാ? അവരല്ലേ. അതുകൊണ്ട് അവരോട് കൂടുതൽ സിമ്പതി ഒന്നും കാണിക്കണ്ട. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കച്ചിത്തുരുമ്പ ഈ വിഷയം. അതുകൊണ്ട് ഇതൊന്നാളി പടർത്തണം. ആ ഉദയഭാനവും ശ്രീകലയും അവർ നല്ല ഒന്നാം തരം ഫ്രോഡുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരെ വെച്ച് ബാലനെ ഞാൻ തകർക്കും. ബാലനെതിരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന രീതിയിൽ അവരെ ഞാൻ ആക്കിയെടുക്കും എന്നൊക്കെ അച്യുതൻ അവിടെ നിന്ന് പറയണം. അത് കേൾക്കുന്ന അലോക് അതിനെ എതിർക്കും. എന്തിനാ അച്ഛ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നത്? ഒന്നുമല്ലെങ്കിലും എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കാരണക്കാരാരാ? അവരല്ലേ എന്ന് ചോദിക്കുക. അനുശ്രീ എനിക്ക് വേണ്ടി കേസ് പിൻവലിച്ചത് കൊണ്ടല്ലേ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്താണെങ്കിലും എല്ലാവരും ആകെ സങ്കടത്തിൽ തന്നെയാണ്. ദേവിയെ പുറത്താക്കിയതിന് ശേഷം നമ്മുടെ ഗോമതി നല്ല രീതിയിൽ കരയുന്നുണ്ട്. അപ്പോൾ ഗോമതിയുടെ കരച്ചിലും എല്ലാം കാണുമ്പോൾ ബാലന് വല്ലാതെ കുറ്റബോധം തോന്നാണ്. അപ്പോൾ ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. എടോ താൻ ഇങ്ങനെ കരയാതടോ, ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ. ആൾക്കാരെ എല്ലാവരെയും ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കും. അതാ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അയാൾ എൻ്റെ മുന്നിൽ നിന്ന് അത്രയൊക്കെ നാടകങ്ങൾ കളിച്ചപ്പോഴും അതിൽ അല്പം പോലും കളങ്കം ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതി. ഞാൻ മറ്റുള്ളവരെ അളക്കുന്നത് പോലെ തന്നെ അയാളും എന്നെ കാണുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ വിശ്വസിച്ച ആ ഉദയഭാനും കുടുംബവും എന്നോട് ഇത്രയും വലിയൊരു നെറുകേട് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് നമ്മുടെ കുടുംബം ഈ അവസ്ഥയിലെത്താൻ കാരണക്കാരൻ ഞാൻ തന്നെയാ എന്നും പറഞ്ഞ് ബാലൻ ഗോമതിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ബാലൻ്റെ സ്വയം കുറ്റയേറ്റുള്ള പറച്ചിൽ കേൾക്കുമ്പം ഗോമതിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഗോമതി പറയും, ബാലേട്ടനെ ഞാൻ ആ സാഹചര്യത്തിൽ കുറ്റപ്പെടുത്തി പോയി. നമ്മുടെ മകൻ്റെ കാര്യത്തിൽ ബാലേട്ടന് ഒരു ശ്രദ്ധയുമില്ലാതെ അവരെ പറ്റി കൂടുതലൊന്നും അന്വേഷിക്കാതെ എടുപിടിയെന്ന് ഇങ്ങനെ കല്യാണം നടത്തിയപ്പോൾ അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാൻ കാരണക്കാരൻ ബാലേട്ടനാണെന്ന് ഞാൻ കുറ്റപ്പെടുത്തി. അത് എന്നോട് ക്ഷമിക്കണം ബാലേട്ട. ഒരിക്കലും ബാലേട്ടൻ്റെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല ഞാനിതൊക്കെ പറഞ്ഞത്. എല്ലാം കൂടി എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയും വലിയ കള്ളത്തരം ഞാൻ ഇത്രയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ദേവിക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം എന്നൊക്കെ പറയാൻ കേട്ടോ. അവര് എന്തൊരു വൃത്തികെട്ട കുടുംബമാ ആ ശ്രീകല. അവരുടെ സംസാരം കണ്ടില്ലേ? നമ്മുടെ കുടുംബം മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രാഗിയത്. അതിനർത്ഥം എത്രയും മോശപ്പെട്ട ഒരു കുടുംബത്തെയാ ബാലേട്ട നമ്മൾ ബന്ധം സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഗോമതി പറയണ. ബാലേട്ടൻ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ബാലേട്ടൻ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പം കണ്ണുമടിച്ച് സമ്മതം പറഞ്ഞ ഞങ്ങളും തെറ്റുകാർ തന്നെയാ എന്ന് ഗോമതി ബാലനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. പുകഞ്ഞ കൊള്ളി പുറത്ത് ഇനി അവൾക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല എന്ന് ഗോമതി തീർത്തു പറയാ. അത്രയധികം വലിയ വിശ്വാസവഞ്ചനയല്ലേ അവൾ ഇവിടെ ചെയ്തു കൂട്ടിയത് എന്ന് പറയാൻ കേട്ടോ. അപ്പം ആനന്ദ് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കണേ. നമ്മുടെ മോൻ അവൻ്റെ ജീവിതം വെച്ചാ അവളും അവളുടെ അച്ഛനും അമ്മയും കളിച്ചത്. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്നും പോകാതെ ഇവിടെ എങ്ങനെയും അള്ളിപ്പിടിച്ച് നിൽക്കാനാ അവൾ ശ്രമിച്ചത് എന്നൊക്കെ പറയാം. പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന മീനു പറയും, ഏടത്തി ഈ കുടുംബത്തോട് ചെയ്തത് തെറ്റൊക്കെയാ. പക്ഷേ ഏടത്തിയുടെ സാഹചര്യം എന്തായിരുന്നുവെന്ന് നമ്മളോട് എല്ലാവരോടും പറഞ്ഞില്ലേ? ഏടത്തിയെ പടിയടിച്ച് പിണ്ടം വെച്ച പോലെ ഇവിടുന്ന് പുറത്താക്കിയത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മ എന്നോട് എതിർത്ത് നിന്നതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിനക്കല്ലെങ്കിലും എല്ലാവരോടും കുറച്ചധികം സഹതാപം കൂടുതലാ മീനു. അവൾ നമ്മളോട് ചെയ്തതൊക്കെ ശരിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതുമല്ല, ആനന്ദിന്റെ ജീവിതം വെച്ചാ അവള് കളിച്ചത്. അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അമ്മേ, ഏടത്തി പറഞ്ഞല്ലോ ഒന്നും മനഃപൂർവ്വം അല്ലെന്ന്. അതുമല്ല, ഏടത്തി ഒന്നും സ്വന്തം ചെയ്തു കൂട്ടിയതല്ലല്ലോ. ഏടത്തിയുടെ അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പം ആ പാവം ആ വലയിൽ വീണ് ഓരോരോ അബദ്ധങ്ങൾ ചെയ്തു പോയതല്ലേ. ആരാണെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മയും ധിക്കരിച്ച് പ്രവർത്തിക്കുന്നതിന് ഒരു പരിധികളില്ലേ എന്നും കരുതി നമ്മുടെ ഈ കുടുംബത്തിൽ ഏടത്തിയായിട്ട് ഒരു പ്രശ്നവും സൃഷ്ടിച്ചിട്ടില്ല. ഈ കുടുംബത്തിൽ എല്ലാവരെയും സ്നേഹിക്കുകയും എപ്പോഴൊക്കെയാണോ ഈ കുടുംബത്തിന് താങ്ങായി നിൽക്കേണ്ടത് ആ സാഹചര്യം
സാഹചര്യത്തിലൊക്കെ ഒരു നല്ല മരുമകളുടെ കടമ ഏടത്തി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള ഏടത്തിയോട് ഇന്ന് നമ്മൾ കാണിച്ചത് തീരെ മനുഷ്യപ്പറ്റില്ലാത്ത പ്രവൃത്തിയായി പോയെന്ന് ഞാൻ പറയുള്ളൂ എന്ന് പറയാം. ഓ, അതിനർത്ഥം അവളെ ന്യായീകരിക്കുവാണല്ലേ? അവളും അവളുടെ കുടുംബവും ചെയ്തു കൂട്ടിയതൊന്നും നിന്റെ കൺമുന്നിൽ ശരികേടായിട്ട് തോന്നുന്നില്ലല്ലേ എന്നൊക്കെ ഗോമതി ചോദിക്കുക. അങ്ങനെ അല്ലമ്മേ, ഏടത്തിയെ ഇറക്കി വിടേണ്ടിയിരുന്നില്ല. എന്ത് കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാലോ. ഏടത്തിയുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് ഏടത്തിക്ക് ശിക്ഷ കൊടുത്തത് ശരിയായില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, നിങ്ങളെല്ലാവരും ദേവിയുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എന്നെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് മീനുവിനോട് ചോദിക്കുക. നിന്നോട് ഈ നിൽക്കുന്ന ആകാശ് ഏതെങ്കിലും രീതിയിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അവനോട് വിശ്വാസം ഉണ്ടാകുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന മീനുവിന് പറയാൻ മറുപടിയൊന്നുമില്ല, തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ദേവി എന്നോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ് അവൾ എൻ്റെ മുന്നിൽ നിന്ന് സത്യം പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം അത്രയും എനിക്ക് അവളിൽ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാ. അതുമാത്രമോ ഓരോ തവണയും ഇവളെ എന്തുമാത്രം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കുക. അവൾ നിങ്ങളോട് വലിയ സുഹൃത്തുക്കായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങളോടെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. എനിക്കിപ്പം എതിരെ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലും വിശ്വാസമില്ല. ഇതിനൊക്കെ കാരണക്കാരാരാ? ആ ഉദയഭാനുവും കുടുംബവും അല്ലേ? എനിക്കിനി ആര് ദേവിയോട് എന്ത് കരുണ കാണിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. എൻ്റെ ജീവിതത്തിൽ അവൾക്കിനി ഒരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് ആനന്ദ് തീർത്തു പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. പെട്ടെന്ന് ബാലൻ പറയും, ദേവി അവൾ ഇനി ഈ കുടുംബത്തിൽ വേണ്ട. ആനന്ദിന്റെ ജീവിതത്തിൽ അവൻ ഇനി തീരുമാനമെടുക്കട്ടെ. അവനെടുത്ത തീരുമാനം എന്താണോ അതിന്റെ കൂടെ ഞാൻ നിൽക്കും. ഞാനായിട്ട് അവനോട് വലിയൊരു തെറ്റ് ചെയ്തു, അതിനുള്ള പ്രായച്ചിത്തം എന്ന് പറയുന്ന പോലെ ബാലനും അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ മീനു കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതേ സമയം ദേവി വല്ലാത്തൊരവസ്ഥയിലാണ്. താനിനി എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ എതിരെ വരുന്ന വാഹനങ്ങൾ പോലും ശ്രദ്ധിക്കാതെയാണ് കേട്ടോ മുന്നോട്ട് നടന്ന് നീങ്ങുന്നത്. അപ്പം ദേവിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും വല്ലാത്ത സങ്കടം വരികയാണ്. തൻ്റെ മകളെ തങ്ങൾക്ക് നഷ്ടപ്പെടുവാണോ എന്നുള്ള രീതിയിൽ. അപ്പം ആ റോഡിലൂടെ അത്ര ശ്രദ്ധയില്ലാതെ പോകുന്ന ദേവിയെ ശ്രീകല പിടിച്ചു നിൽക്കുക. മോളെ, നീ ഇത് എന്ത് ഭാവിച്ചാ? നീ എതിരെ വരുന്ന വണ്ടികളൊന്നും കാണുന്നില്ലേ? നീ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുക. ഇതോടുകൂടി നിന്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. നിന്റെ അമ്മയും അച്ഛനും ജീവനോടെ ഉണ്ട്. ഇത്രയും കാലം ദേവമംഗലത്ത് നീ അവിടുത്തെ മരുമകളായി ജീവിച്ചില്ലേ? ഇനിയും അതുപോലെ തന്നെ ആനന്ദിന്റെ ഭാര്യയായി ദേവമംഗലത്ത് നീ ജീവിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ അമ്മ ചെയ്തിരിക്കും. എൻ്റെ മോള് സമാധാനപ്പെട്, മോള് അവിടെ തന്നെ ജീവിക്കും പോരെ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ദേവി ചോദിക്കും, ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നത്? പുതിയ കള്ളത്തരങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അവിടെയുള്ളവരെ ഉപദ്രവിച്ചും എന്നെ വീണ്ടും അങ്ങോട്ട് കയറ്റിയാൽ തന്നെ പഴയ രീതിയിൽ അവരാരെങ്കിലും ഇനി എന്നെ സ്നേഹിക്കുമെന്നോ പരിഗണന എനിക്ക് നൽകുമെന്നോ തോന്നുന്നുണ്ടോ അമ്മയ്ക്കും അച്ഛനും എന്ന് ചോദിക്കുക. എന്നും അവരുടെ മുന്നിൽ ഞാൻ ഇനി അവരെ വഞ്ചിച്ച, അവരോട് വിശ്വാസവഞ്ചന ചെയ്ത വ്യക്തി മാത്രമായിരിക്കും. അല്ലാതെ പഴയ രീതിയിൽ അവരാരും എന്നെ ഇനി സ്നേഹിക്കത്തില്ല. ആ സ്നേഹവും പരിഗണനയും ഒക്കെ നഷ്ടപ്പെട്ടതാ എന്നേക്കുമായിട്ട് എന്ന് പറയാം. എൻ്റെ ആനന്ദേട്ടന് പോലും എന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് കരയാണ് കേട്ടോ. ദേവിയുടെ അവസ്ഥ കാണുമ്പോൾ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഒരുപാട് സങ്കടം വരിക. ദേവിയെ ഒരു വിധത്തിൽ അവർ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. എങ്ങനെയും ആനന്ദിന്റെ ജീവിതത്തിലേക്ക് ദേവിയെ വീണ്ടും എത്തിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉദയഭാനുവിൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ.